ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കണു. രാവിലെ എണീച്ച് ചായ വെക്കുകയാണ്. ചായ വെച്ചു. ചായ കുടിക്കാൻ പോവുകയാണ്. ചായ വെച്ച് കുടിച്ചിട്ട് തന്നെ ബാക്കി പണിയുള്ളൂ. ഇന്നിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഡ്ഡലിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. രണ്ട് ദിവസം മുന്നേ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാഴ്ച കൂടുമ്പോഴേക്കൊക്കെ ആട്ടി വയ്ക്കുക ചെയ്യുക. അങ്ങനെ ചായയായി. ചായ അരിച്ച് നീക്കിയുണ്ടാക്കി ഞാനും കൂടി ചായ കുടിക്കും. കുട്ടി എണീച്ചിട്ടില്ല. കുട്ടി നല്ല ഉറക്കമാണ്. അവൾ എണീക്കുമ്പോഴേക്കും നാഷ്ടൻ്റെ പരിപാടിയൊക്കെ ചെയ്യണം. അങ്ങനെ ചായ ഇപ്പോൾ അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്തിട്ട് ചായ കുടിക്കണം. പിന്നെ വേറെ വലിയ പരിപാടികളൊന്നും ഇല്ല. ചായ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലീൻ്റെ പണി നോക്കണം. ഇഡ്ഡലിക്ക് മാവൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇഡ്ഡലി ആകുമ്പോൾ നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ നമ്മുടെ ഈ സിമ്പിൾ റെസിപ്പിയാണല്ലോ എല്ലാവരുടെയും. അങ്ങനെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലിക്ക് തട്ട് വെച്ചു. അതിലേക്ക് എണ്ണ ഇങ്ങനെ തടവിയിട്ട് ഞാൻ മാവ് ഒഴിക്കും. അങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കാറ്. ചിലരൊക്കെ ഈ ഇഡ്ഡലി തട്ടിൽ തന്നെ എന്തൊക്കെയോ തുണിയൊക്കെ വെച്ചിട്ട് അതിൽ മാവ് ഒഴിച്ചിട്ട് ഉണ്ടാക്കണതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കാറ്. ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണയാക്കി പറഞ്ഞാൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ കിട്ടും. എന്നാലും അതിൽ ചെറിയൊരു ഒട്ടലുണ്ടാവും. എന്നാലും നല്ലൊന്നും ഒട്ടുമൊന്നുമില്ല. കുറച്ച് നേരം നമുക്ക് നമുക്ക് എല്ലാത്തിനും അർജൻറ്റ് കൂടുതലല്ലേ. കുറച്ച് നേരം വെച്ചാൽ തീരെ ഒട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് വൃത്തിയോടെ കിട്ടും. അങ്ങനെ ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിച്ചിട്ട് ഇനി അത് ആവിയിലേക്ക് വെക്കണം. അത് ആവിയിൽ പിന്നെ അതിനുള്ള ചട്നി അതൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് നോക്കുകയാണ്. ഇഡ്ഡലിക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇഡ്ഡലി ഒഴിച്ച് വെച്ചാൽ പിന്നെ ചട്നിയും ഞങ്ങളിവിടെ മുളക് ചട്നി എന്നാണ് പറയുക. ഓരോ ഭാഗത്ത് ഓരോന്നില്ല. നിങ്ങളുടെ ഇവിടെയൊക്കെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യൂ കേട്ടോ എല്ലാവരും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്തായാലും സപ്പോർട്ടും ലൈക്ക് ചെയ്യണേ. എല്ലാവരുടെയും സപ്പോർട്ടും വേണം. ലൈക്കും ഷെയറൊക്കെ ചെയ്യുക എല്ലാവരും. പിന്നെ ഇഡ്ഡലി പാത്രത്തിലൊക്കെ ഒഴിച്ച് ഇഡ്ഡലി തട്ടിലേക്ക് വെക്കാൻ പോവുകയാണ്. അങ്ങനെ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് മാവൊക്കെ 2 തട്ടിലും ഒഴിച്ചു. ഇനി ഇഡ്ഡലി ചട്ടിയിലേക്ക് വെക്കാൻ ഞാൻ ഗ്യാസിലാണ് ഉണ്ടാക്കുക. ചോറ് മാത്രമേ അടുപ്പിൽ വെക്കാറുള്ളൂ. ബാക്കി എല്ലാതും ഗ്യാസിൽ തന്നെയാണ് ചെയ്യാറ്. അത് ചോറ് ഗ്യാസിൽ വെച്ചാൽ എനിക്ക് വലിയ തൃപ്തി ഉണ്ടായില്ല. ഞാൻ പറഞ്ഞില്ലേ, ചോറ് മാത്രം അടുപ്പിൽ വെക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയി അടുപ്പൊക്കെ കത്തിച്ചിടുക, തീയൊക്കെ കത്തിച്ചെടുത്ത് എന്നിപ്പോൾ അത് കാണിക്കണം. ഏതിന് കാണിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് മുഷിപ്പ് വരില്ലല്ലോ. തീ കത്തിച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഇനി അങ്ങനെ അവിടെ കിടന്ന് വേകും. എൻ്റെ പണി ഒരു ഇതാകുമ്പോഴേക്കൊക്കെ ചോറ് വെന്ത് കിട്ടും. അപ്പോൾ ഇഡ്ഡലി ചട്ടിയിൽ വെച്ച് അടച്ച് വെച്ചു. അതാകുമ്പോഴേക്കും അപ്പുറത്ത് നമുക്കൊരു ചട്നിക്കുള്ളത് നോക്കാം. ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിൽ ഏത് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് ഒഴിച്ചു. വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും ഉണ്ടായില്ല, അത് 2 ഇട്ടു. വെളുത്തുള്ളിയും എന്നിട്ട് പിന്നെ ഉപ്പിൽ ഇത് നല്ല വാട്ടിയെടുക്കുക. ഉപ്പിട്ടിട്ട് നല്ല വാട്ടിയെടുക്കണം. അങ്ങനെ വാട്ടിയെടുത്ത ശേഷമാണ് ഇതിലേക്ക് തക്കാളി ഇടാൻ പാടുള്ളൂ. ഒരു തക്കാളി ഇടുക. നിങ്ങൾ ഒരു വെല്ലുള്ളി എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ സൈസിലുള്ള ഒരു തക്കാളി എടുത്താൽ മതി. വലിയ തക്കാളി ആകുമ്പോൾ അത് പകുതി എടുത്താൽ മതി. ചിലപ്പോൾ പുളിപ്പ് അധികമാവും. അങ്ങനെ തക്കാളി ഇട്ടു. ഞാൻ ചെറിയൊരു തക്കാളി ഇട്ടുള്ളൂ. കാരണം ചെറിയൊരു വെല്ലുള്ളിയും 2-3 ചെറുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു തക്കാളി എടുത്തു. ആ തക്കാളി അതിലേക്ക് ഇട്ട് നല്ല വാട്ടിയെടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് നല്ല വാട്ടിയെടുക്കുക. കണ്ടോ, നല്ല ആ എണ്ണയിൽ തന്നെ അത് കടന്ന് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ മുളക് പൊടി ഇടുക. 1 സ്പൂൺ മുളക് പൊടിയും ഒരു ചിക്കൻ മസാല ഇടുക. ഒരു 2 സ്പൂണൊക്കെ ഇട്ടോളൂ. ഞാനിവിടെ 1 സ്പൂൺ നിറച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്പൂണൊക്കെ ഇതൊക്കെ നിങ്ങളനുസരിച്ച്. അങ്ങനെ ചട്ടിയിൽ മുളക് പൊടിയൊക്കെ ഇട്ട് ചിക്കൻ മസാലയൊക്കെ ഇട്ട് നല്ല വഴറ്റിയെടുത്തിട്ട് നമ്മൾ അപ്പോഴേക്ക് ഇഡ്ഡലി അതിൽ ആവി വന്നിട്ടുണ്ട്. ആ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ തട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഇനി പോകുമ്പോഴേക്ക് ഇക്കാക്ക് കൊടുക്കണം. വർക്കിന് പോകാൻ നിൽക്കുകയാണ്. രാവിലെ നേരത്തെ പോവും. പറഞ്ഞാൽ ഒരു 8:30 മണി അപ്പോഴേക്ക് പോവും. 8:30 ആകുമ്പോഴേക്കൊക്കെ വർക്കിന് പോവും. അപ്പോൾ വർക്കിന് പോകുമ്പോൾ
ഇക്കാക്കും കൊടുക്കണം കഴിക്കാൻ. അപ്പോൾ ഇതാ ഇഡ്ഡലിയൊക്കെ തന്നെ എടുക്കുന്നുണ്ട്. അതൊക്കെ അതെടുത്ത് പാത്രത്തിൽ മാറ്റണം. അത് മാറ്റിയ ശേഷം പിന്നെ ഇക്കാക്ക് കഴിക്കാൻ കൊടുക്കുക. അപ്പോൾ ഇത് മാറ്റിയുമ്പോഴേക്കും എൻ്റെ മറ്റേ ചട്നി അത് ചൂടാറിയിട്ടുണ്ടാവും കേട്ടോ. എന്ത് സാധനം ചൂടോടുള്ളത് അരയ്ക്കരുത്, ചൂടാറിയ ശേഷമേ അരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചൂടോടെ അരച്ചാൽ അത് അരഞ്ഞൊക്കെ കിട്ടും, പക്ഷേ പിന്നീട് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ ചൂടാറിയിട്ട് അരയ്ക്കുക എല്ലാവരും. അങ്ങനെ അതാ ഇഡ്ഡലി അതാ കണ്ട ഞാൻ എണ്ണ തടവി ആക്കിയപ്പോൾ അത് ഒട്ടാണ്ട് കിട്ടുന്നുണ്ട്. ചിലവിടെ ഒന്ന് ചെറുതായി പിടിക്കും, പക്ഷെ അത് ഞാൻ ആറാനും അത് ചൂടാറാനുള്ള ടൈം കൊടുത്തില്ല, കാരണം ഒക്കെ പോകണല്ലോ, അപ്പോൾ വേഗം എടുക്കുകയാണ്. അല്ലെങ്കിൽ അതെന്തായാലും മാറി പറഞ്ഞാൽ അത് ഇങ്ങനെ ഒട്ടാതെ വൃത്തിയോടെ കിട്ടാറുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തേക്ക് എടുത്ത് വെച്ചാൽ അത് നേരത്തെ എടുത്ത് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും, നല്ല വൃത്തിയോടെ കിട്ടും. അങ്ങനെ അതൊക്കെ ആയി. അപ്പോഴേക്കും എന്താണ് ഞാൻ പിന്നെ എന്താ കാട്ടി, അരയ്ക്കണമല്ലോ മുളക് ചട്നി, അതെടുത്തു. ഇതാണ്ട് അങ്ങനെ ഉണ്ടാവും. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ചോറിനും കഴിക്കാം കേട്ടോ. എടുത്തിട്ട് നമ്മൾ പുളി ഒഴിക്കാത്ത കറികളൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ചട്നി ചോറിനൂടെ കഴിക്കാൻ നന്നായിട്ടുണ്ടാവും. ഞാൻ എന്നും ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിവിടെ ഉണ്ടാക്കാറുണ്ട്. ഇതും ഇഡ്ഡലി തന്നെ കിട്ടിയാലും മതി. ഇക്കാക്കും ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, അങ്ങനെ കഴിക്കും. കുട്ടിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ അപ്പോഴേക്ക് പിന്നെ ഇക്ക പോവുകയാണ് പറഞ്ഞിട്ട് ഇതാക്കാൻ ഇക്കാക്ക് ഞാൻ കഴിക്കാൻ കൊടുക്കുകയാണ്. ഞാൻ കൂടി എല്ലാവരും കൂടി കഴിക്കും. ഇക്ക പോവുകയല്ലേ, നേരത്തെ പോവുകയല്ലേ, അപ്പോൾ പിന്നെ ഇക്കാക്ക് കഴിക്കാൻ കൊടുത്ത് അങ്ങനെ ഇക്ക കഴിച്ചതിന് ഇക്ക പോവും. പിന്നെ ഞാൻ എൻ്റെ പണികൾ നോക്കുകയുള്ളൂ. ഇക്ക പോയ ശേഷം പോവുകയാണെങ്കിൽ ഇക്ക പോയ ശേഷമാണ് പിന്നെ ചോറിനും കറിക്കൊക്കെയുള്ള എല്ലാം നോക്കുകയുള്ളൂ. പിന്നെ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഉള്ളടിച്ച് വാരുകയാണ്. അതിൻ്റെ ഇടയിൽ അവളെ അംഗൻവാടിയിലേക്ക് കൊണ്ടാക്കാൻ പോയി. അവിടെ കൊണ്ടാക്കി വന്നു. അവിടെ കൊണ്ടാക്കിയപ്പോൾ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവൾക്ക്. അവിടെ എത്തിക്കിട്ടിയ അവൾ ഉഷാറാവും, എല്ലാവരെയും കണ്ടാൽ നല്ല ഉഷാറായിട്ട് ഇരിക്കും. പിന്നെ എനിക്ക് താറ്റയൊക്കെ തന്ന് അങ്ങനെ വരും. അവിടെ എത്താൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ അവൾക്ക്. പിന്നെ ഉള്ളൊക്കെ നല്ല അടിച്ച് വാരി വൃത്തിയോടെ നല്ല അടിച്ച് വാരിയിട്ട് നല്ല വൃത്തിയിലടിക്കണം. പൊടി പറഞ്ഞപ്പോൾ കാറ്റ് കാലല്ലേ, കാറ്റും ഉണ്ട് വെയിലും ഉണ്ട്. അപ്പോൾ പിന്നെ കാറ്റും വെയിലും കൂടി ആകുമ്പോൾ പൊടിയും ഉണ്ടാവും, കുപ്പകളും ഉണ്ടാവും. കാരണം എൻ്റെ ഫ്രണ്ടിൽ പ്ലാവുണ്ട്, അപ്പോൾ അതിലത്തെ ഇലയൊക്കെ സിറ്റൗട്ടിലേക്ക് വീഴാറുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ അവിടെ അടിച്ചു. അങ്ങനെ പിന്നെ ഉള്ളിലേക്ക് വന്നു. ഉള്ളു മൊത്തം അടിച്ചെടുത്തിട്ട് അതിന് ഇപ്പോൾ തീരുമാനമുണ്ട്, അത് ചെയ്യണം. ആദ്യം ഇപ്പോൾ നമുക്ക് അടിച്ച് വാരിയാണ്, ഉള്ളൊക്കെ അടിച്ച് വാരി വന്നിട്ട് തുടച്ചിട്ട് തിരുമ്പണം. അങ്ങനെയൊക്കെ തന്നെ ഡെയിലി എന്നും ഇങ്ങനെ തന്നെയല്ലേ പോണില്ലേ നമ്മുടെയൊക്കെ ജീവിതം. ഇതിനൊരു വ്യത്യാസമൊന്നും ഇല്ലല്ലോ. എന്നാലും അത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളാണ് ഇതൊക്കെ, എനിക്കിഷ്ടമാണ്. എനിക്കിതിൽ ഇഷ്ടമല്ലാത്ത കാര്യം പറഞ്ഞാൽ ഈ തുണിയൊക്കെ തിരുമ്പി മടക്കി വെക്കലുണ്ടല്ലോ, അതെനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. അതിന് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഈ തുണി മടക്കി വെക്കുക പറയുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. തിരുമാൻ ഇഷ്ടമാണ്, പക്ഷെ അത് മടക്കി വെക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അതിനോട് വലിയ താല്പര്യം ഇല്ലായ്മയാണ്. കാരണം മടക്കി വെക്കുക പറയുമ്പോൾ എന്തോ ഒരു അങ്ങനെ അതൊക്കെ ആ പണികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ നല്ല പരിപ്പ് ചാറ് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പാലക്കാട് ആൾക്കാർ പരിപ്പ് ചാറെന്നാണ് പറയുക അതിന്. പരിപ്പ് എല്ലാം ഇട്ടിട്ടുള്ള ഒരു കറി, കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട്. അങ്ങനെ അടുക്കളയ്ക്ക് വന്നതാണ്. അടുക്കളയിൽ അത്യാവശ്യം കുപ്പകളുണ്ടാവും കേട്ടോ. ഉള്ളിലൊന്നും അധികം ഉണ്ടാവില്ല, അടുക്കളയിൽ എന്തായാലും ഉണ്ടാവും. അങ്ങനെ അതൊക്കെ അടിച്ച് വാരി പുറത്തേക്ക് കൊണ്ടുപോയി കൊട്ടിയതാണ്. അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്ന് തുണികളൊക്കെ ഒന്ന് തീരുമാനമുള്ളതൊക്കെ ബാക്ക് സൈഡിൽ വന്നിട്ട് പിന്നെ അങ്ങനെ അതൊക്കെ അവിടെ വെച്ചു. അവിടെ വെച്ച ശേഷമാണ് പിന്നെ തൊടിക്കൊക്കെ നോക്കിയത്. നല്ല കാടൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, പുല്ലൊക്കെ ഉണ്ട്. ഒരു ദിവസം വൃത്തിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ തുണികളൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ബാക്കിലോട്ട് പോയി. ഞാൻ വലിക്കുന്ന മുരിങ്ങമരം ഉണ്ടല്ലോ, എൻ്റെ മുരിങ്ങമരം ബാക്കിലുണ്ട്, തെങ്ങുണ്ട്, ഇങ്ങനെ ഇത്രയും തൊടിയുണ്ട്. ഈ ഭാഗം മൊത്തം ഉണ്ട്. വാഴയുണ്ട് കേട്ടോ, ഇഷ്ടക്കണക്കിന് നിറയെ വാഴകൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ വാഴയൊക്കെ ഉണ്ടോ? എല്ലാവരും കമൻറ്റ് ചെയ്യണിട്ടുണ്ടെങ്കിൽ. പിന്നെ മുരിങ്ങയിലയുണ്ട്, എൻ്റെ മുരിങ്ങയിലയുണ്ട് അവിടെ. പിന്നെ കറുവത്തങ്കായ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ വാഴൻ്റെ കൂട്ടങ്ങളാണ്. അങ്ങനെ പിന്നെ തുടയ്ക്കാൻ ഉള്ളിലേക്ക് കയറി തുടയ്ക്കുകയാണ്. വീടൊക്കെ വൃത്തിയായി തുടച്ചെടുത്തതിന് ശേഷം
ഞാൻ പിന്നെ ആ തിരുമ്മാൻ കൊണ്ടേ വെച്ചല്ലോ, അതൊക്കെ തിരുമ്പിയെടുത്ത് വരും. പിന്നെ അങ്ങനെ ഉള്ളിൽ കയറും. ഇങ്ങനെ ഇവിടെ തുടച്ചിട്ടാണ് ഞാൻ പിന്നെ തിരുമ്മാൻ പോകുക. അത് ഞാൻ സോപ്പും പൊടിയിൽ നമ്മൾ കുതിർത്തി വെക്കില്ലേ തുണി, അതിന് പോയതാണ്. അപ്പോഴാണ് ആ ഭാഗമൊക്കെ ഒന്ന് വെറുതെ നോക്കി നിന്നത്. അങ്ങനെ സോപ്പും പൊടിയിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഇത് തുടച്ചിക്കൽ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അപ്പോഴേക്കും അത് ആവുമല്ലോ. അപ്പോൾ പിന്നെ അത് പോയിട്ട് ഞാൻ തിരുമ്പി എടുക്കും. അപ്പോഴേക്കും തിരുമ്പി വരുമ്പോഴേക്കും ഉള്ള ഉണങ്ങുകയും ചെയ്യും. തുടച്ച ഭാഗം ഉണങ്ങുകയും ചെയ്യുമല്ലോ. എന്നും അങ്ങനെയാണ് ചെയ്യാറ്. തുടയ്ക്കൽ കഴിഞ്ഞിട്ടാണ് എന്നും ഞാൻ തിരുമ്മാൻ പോകൽ. അങ്ങനെ തുടയ്ക്കുന്ന പരിപാടിയൊക്കെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി തുടയ്ക്കാറുണ്ട് കേട്ടോ, ഞാൻ ഡെയിലി തുടയ്ക്കും. അത്രയും വയ്യാതിരിക്കുകയാണെങ്കിൽ മാത്രമേ, എന്തെങ്കിലും നല്ല വയ്യാന്നുണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ മാത്രമേ തുടയ്ക്കാതിരിക്കുള്ളൂ. അപ്പോഴേ എനിക്കൊരു ഇടങ്ങാറാണ്, എന്നാലും ഞാൻ തുടയ്ക്കും. അങ്ങനെ വീടിൻ്റെ ഉള്ളൊക്കെ തുടയ്ക്കൽ ഏകദേശം കഴിയാനായി. അങ്ങനെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പോഴേക്കും എൻ്റെ ചോറ് അവിടെ വെന്ത് കിടന്ന്, ഞാൻ പറഞ്ഞില്ല ചോറ് വെന്തു, അതവിടെ വറുത്ത് വെച്ചു. ചോറ് വെന്തോ നല്ല നോക്കിയിട്ട് അവിടെ വറുത്ത് വെച്ചു. പിന്നെ ഒരു പരിപ്പ് കറി സാധാ പരിപ്പും തക്കാളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിയില, കുറച്ച് വെളിച്ചെണ്ണ, അതൊക്കെ ഇട്ട് കുക്കറിൽ വേകാൻ വയ്ക്കും. അപ്പോഴേക്കും അപ്പുറത്ത് ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചതും കഷ്ണങ്ങളൊക്കെ അവിടെ റെഡിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് സെറ്റാക്കും. ഇത് വിസിലൊക്കെ പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്. അത് വേറെ പാത്രത്തിലാണ് വെക്കുക കേട്ടോ. അത് ഞാൻ ഈ കുക്കറിൽ കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് വെക്കാറില്ല. കാരണം അത് വേഗം വെന്ത് ഉടഞ്ഞു പോകുമല്ലോ. വെന്തുടഞ്ഞ് പോകുന്ന ഇതിൽ ഞാൻ എന്ത് കാട്ടും, പാത്രത്തിൽ മാറ്റിയിട്ടാണ് കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിക്കുക. കുക്കറിൽ പരിപ്പ് മാത്രമേ വേവിക്കാറുള്ളൂ. അങ്ങനെ കഷ്ണങ്ങൾ അരിയണം പറഞ്ഞിട്ടൊക്കെ മുറിക്കണം പറഞ്ഞിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാങ്ങയൊക്കെ ഉണ്ട്, നല്ലൊരു മാങ്ങയൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ അങ്ങനത്തെയൊക്കെ ഇട്ട് എല്ലാം കൂടി ഇട്ടിട്ടൊരു കറി. അങ്ങനെ പിന്നെ പാത്രം വെച്ചിട്ട് ഈ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ടു. വേറൊരു പാത്രത്തിൽ കുക്കറിൽ അപ്പുറത്ത് നമ്മുടെ പരിപ്പ് വിസിൽ വന്ന് വെന്ത് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴേക്കും ആ വെന്തുമ്പോഴേക്കും ഇവിടെ കഷ്ണങ്ങളൊക്കെ മുറിച്ചു. അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട്, ആ പാത്രത്തിലിട്ടിട്ട് വേറൊരു പാത്രത്തിലാണ് കേട്ടോ. കുക്കറിലിടാറില്ല. കുക്കറിലിട്ടാൽ ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് കുക്കറിലിടില്ല. പാത്രത്തിൽ വെച്ച് അതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് വേവിക്കും. ഉപ്പിട്ട് നല്ല വേവിച്ചെടുത്തിട്ട് അതിൽ ഒരു പകുതി വേവ് വരുമ്പോൾ ഞാൻ ഒരു മാങ്ങ ഇടും. നിങ്ങളങ്ങനെ മാങ്ങ ഇല്ലെങ്കിൽ പിന്നെ പുളി കൂട്ടണം. തേങ്ങ കൂട്ടുന്ന സമയത്ത് കൂട്ടിയാൽ മതി കേട്ടോ. തേങ്ങയും പുളിയും ഒപ്പം കൂട്ടിയാൽ മതി. ഇത് മാങ്ങ ആയതുകൊണ്ട് അതിൽ പുളി ഇറങ്ങണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ തന്നെ മാങ്ങ ഇട്ടു. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അത് വേകാൻ വെച്ചിരിക്കുകയാണ്. നല്ല വെന്ത് വന്നിട്ട് അത് അങ്ങനെ വെക്കുമ്പോൾ പിന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതവിടെ വേകുമ്പോഴേക്കും തേങ്ങ അരക്കുകയാണ്. തേങ്ങയും ചെറിയ ജീരകവും, കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് അതതിൽ ഒഴിക്കും. അപ്പോൾ കറിയാവും. കറി നന്നായി. പിന്നെ വറവ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് സാധാ തന്നെ കടുകും കറിവേപ്പിലയും മല്ലിയിലയും ഉള്ളിയിട്ട് താളിച്ചിട്ട് ഒഴിക്കും. വറമുളക് ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ, നന്നായിട്ടുണ്ടാവും താളിക്കുമ്പോൾ. അപ്പോൾ ഈ തേങ്ങ അരച്ച് വയ്ക്കുമ്പോഴേക്കും നമ്മൾ പരിപ്പ് അതിലേക്ക് കൂട്ടുകയാണ്. പരിപ്പും എല്ലാം നമ്മൾ എല്ലാം കൂടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതതിൽ കൊട്ടിയിട്ടൊന്ന് ഞാൻ കൈയോടെ ഇളക്കി ഒന്ന് തിള വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലോട്ട് തേങ്ങ ഒഴിക്കും. നിങ്ങൾക്ക് പുളിയാണ് ഉണ്ടെങ്കിൽ ഈ ടൈമിൽ പുളി ഇട്ടാലും നന്നായിരിക്കും കേട്ടോ. അങ്ങനെ ഇതിൽ പുളി ഒഴിക്കുക. പുളി ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് തിളയ്ക്കണം കേട്ടോ. തേങ്ങൻ്റെ ഫ്ലേവറൊന്ന് പോയി കിട്ടണമല്ലോ. കറി നന്നായി തിളയ്ക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയും കടുക് ഉള്ളിയൊക്കെ ഇട്ട് താളിച്ച് വെച്ചാൽ നമ്മുടെ കറി റെഡിയായി. നല്ല പരിപ്പ് കറി റെഡിയായി. ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ചോറിനൊക്കെ അടിപൊളിയായ കറിയാണ് കേട്ടോ. നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ അറിയിക്കുക കേട്ടോ.